മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സലിം കുമാർ അന്തരിച്ചു. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. അഭിലാഷ് ജി നായരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തെ വെന്റിലേറ്ററിലൊക്കെ ആക്കിയിരുന്നു. എപ്പോഴായിരുന്നു മരണം സ്ഥിരീകരിച്ചത്? സമയം മുമ്പാണ് അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില തീർത്തും മോശമായിരുന്നു. ഇന്നലെ മുതൽ വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹം. തിരിച്ചു വരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കുടുംബത്തിനും ഒപ്പം തന്നെ അടുത്ത സുഹൃത്തുക്കൾക്കും അടക്കമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അല്പം മുമ്പ് ആശുപത്രി അധികൃതർ അടക്കം തന്നെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. നമുക്കറിയാം, മിമിക്രിയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വരികയും ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ വളരുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു സലീം കുമാർ. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ കരിയറിന്റെ രണ്ടാം ഫേസ് എന്ന രീതിയിൽ അച്ഛനുറങ്ങാത്ത വീട് പോലുള്ള സിനിമ, ആദാമിന്റെ മകൻ അബു തുടങ്ങിയ ചിത്രങ്ങളടക്കുന്ന ദേശീയ പുരസ്കാരം, ഒപ്പം തന്നെ സംസ്ഥാന അച്ഛനുറങ്ങാത്ത വീട്ടിൽ അദ്ദേഹത്തിന് മികച്ച നടനുള്ള രണ്ടാമത്തെ പുരസ്കാരം അടക്കം തന്നെ ലഭിച്ചു. അത്തരത്തിൽ വലിയ അംഗീകാരങ്ങളടക്കം തന്നെ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ മികച്ച ഹാസ്യ കഥാപാത്രമാവുകയും ഒപ്പം തന്നെ മികച്ച സ്വഭാവ നടനായി രൂപാന്തരപ്പെടുകയും ചെയ്ത ഒരു അസാധാരണ പ്രതിഭയായിരുന്നു സലീം കുമാർ. വലിയ തോതിൽ സൗഹൃദ വലയങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. എറണാകുളം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ആ ഘട്ടം മുതൽ തന്നെ കലാരംഗത്തുണ്ടായിരുന്നു. ദീർഘനാൾ മിമിക്രി രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. വലിയ സൗഹൃദ വലയമുണ്ടായിരുന്നു സിനിമയിലടക്കം തന്നെ. അങ്ങനെയാണ് അദ്ദേഹം സിനിമയിലേക്കും എത്തുക. പിന്നീട് അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതം മലയാളികളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. വലിയ മുന്നേറ്റമുണ്ടാക്കിയ നിരവധി സിനിമകൾ, നിരവധി റോളുകൾ, ആളുകളെ കുടുകിട ചിരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയാണ് സലീം കുമാർ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ഒരു രണ്ടാം വരവ് എന്ന രീതിയിലാണ് സ്വഭാവ നടനായി മാറുകയും നിരവധി ദേശീയ പുരസ്കാരം അടക്കം തന്നെ അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തത്. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കരൾമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹം വിധേയനായിരുന്നു. പിന്നീട് വീണ്ടും സിനിമയിലടക്കം തന്നെ സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ രംഗത്തും നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം തന്നെ സലീം കുമാറിനെ കണ്ടു. മുഖ്യമന്ത്രി VD സതീശന്റെ അടുത്ത സുഹൃത്ത്. അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം മണ്ഡലത്തിലാണ് സലീം കുമാർ താമസിക്കുന്നത്. സതീശന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം എല്ലാ തെരഞ്ഞെടുപ്പിലും സലീം കുമാർ ആയിരുന്നു നിർവഹിക്കുക. ഇത്തവണയും സലീം കുമാർ ആയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയായതിനു ശേഷം VD സതീശന് പറവൂരിൽ സ്വീകരണം നൽകിയപ്പോൾ ആ വേദിയിലും നമ്മൾ സലീം കുമാറിനെ കണ്ടതാണ്. അതങ്ങനെ തുറന്ന് രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സലീം കുമാർ. അങ്ങനെ വളരെ സംഭാവന മലയാള സിനിമയ്ക്ക് അടക്കം ചെയ്ത ഒരു അസാധാരണ പ്രതിഭയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത്.